പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ന്യൂസ് ടെൻസ് ആരംഭിച്ചപ്പോൾ തന്നെ ലോകകപ്പ് ആവേശം പ്രേക്ഷകരുമായി പങ്കുവച്ചു. അവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ഒരു ലോകകപ്പിൽ കളിക്കാൻ സാധിച്ചിട്ടില്ല. 1950 ആയിരുന്നു ആ സാധ്യത മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ അന്ന് നമ്മൾ ടീമിനെ അയച്ചില്ല. എങ്കിലും ലോകകപ്പിന്റെ ആവേശം ഇന്ത്യയിൽ ഒട്ടും കുറവല്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങുമ്പോൾ കേരളം പല തുരുത്തുകളായി മാറുന്നത് നമ്മൾ കാണാറുണ്ട്. ബ്രസീലും അർജന്റീനയും സ്പെയിനും ഒക്കെയായി നമ്മുടെ ഓരോ ഭാഗങ്ങളും മാറുന്നു. ഒരുപക്ഷെ പുറത്തേക്കിറങ്ങിയാൽ പലരുടെയും വസ്ത്രധാരണത്തിൽ പോലും അത് പ്രകടമാകുന്നു. മലബാർ മേഖലയിലേക്ക് പോയാൽ വലിയ മത്സരവുമാണ് നടക്കുന്നത്. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തെ ഏറ്റവും നല്ല തട്ടിപ്പിനുള്ള അവസരം കൂടിയായി കാണുന്ന ചിലർ ഉണ്ട്. സൈബർ തട്ടിപ്പ് ഈ ലോകകപ്പ് ഫുട്ബോളിന്റെ പശ്ചാത്തലത്തിൽ വ്യാപകമായിരിക്കുന്നു എന്നാണ് കേരള പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രേക്ഷകരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ചില വിവരങ്ങൾ ആണ് ഇനി പങ്കുവെക്കാൻ പോകുന്നത്. ഈ ഫുട്ബോൾ ലോകകപ്പിന്റെ സാഹചര്യത്തിൽ നിരവധി ആളുകളായിരിക്കും ടെലിവിഷനിലൂടെ, മൊബൈലിലൂടെ, മറ്റ് ആപ്ലിക്കേഷനുകളിലൂടെ ഒക്കെ ഈ മത്സരം കാണാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് വ്യാജ TV ആപ്പുകൾ വഴിയാണ് ഇപ്പോൾ തട്ടിപ്പ് വ്യാപകമായിട്ടുള്ളത്. ഇത് സംസ്ഥാന പോലീസിന്റെ മീഡിയ സെന്റർ ആണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. എങ്ങനെയാണ് ആ തട്ടിപ്പ് എന്നതുകൂടി നോക്കാം. ഈ നവമാധ്യമങ്ങളായിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, വാട്സ്ആപ്പ്, യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രചരിക്കുന്നത്. അത് ഫിഫ വേൾഡ് കപ്പ് ലൈവ് ഫ്രീ, 1000+ TV ചാനൽ സൗജന്യം, പ്രീമിയം OTT ഉള്ളടക്കം ഫ്രീ, പരസ്യങ്ങൾ ഇല്ലാതെ സിനിമകളും മത്സരങ്ങളും ആസ്വദിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം എന്ന നിലയിൽ നിങ്ങളുടെ മൊബൈലിലേക്ക്, വാട്സപ്പിലേക്ക്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് മെസ്സേജുകൾ എത്തുന്നു. HZ TV, ഓപ്പൺ TV, NBTV, മാക്സ് TV അങ്ങനെയൊക്കെയുള്ള പേരുകളിൽ ആണ് ഈ ലിങ്കുകൾ വരുന്നത് എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇത്തരം ആപ്ലിക്കേഷനുകൾ ഒരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യരുത് എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതായത് അഥവാ നിങ്ങൾ ഇത്തരം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ അതിനുശേഷം നിങ്ങളുടെ ഫോണുകളിലേക്ക് ഈ ആപ്ലിക്കേഷനുകൾ ലഭ്യമാകുന്നതിന് വേണ്ടി മറ്റ് ചില കമൻറ്റുകൾ കൂടി വരും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടും. അതായത് അപ്ഡേറ്റ് റിക്വയർഡ്, ആക്ടിവേറ്റ് സബ്സ്ക്രിപ്ഷൻ, എനേബിൾ സർവീസ് തുടങ്ങിയ സന്ദേശങ്ങൾ സജീവമാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും അങ്ങനെ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ മുഴുവൻ ഡേറ്റകളും അവരുടെ കൈകളിലേക്കാവുകയും ആ ഫോൺ, നിങ്ങളുടെ ഫോണുകൾ അവർക്ക് യഥേഷ്ടം നിയന്ത്രിക്കാനും പറ്റുന്ന തരത്തിലേക്കാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് കായിക പ്രേമികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ തുക നൽകി അല്ലെങ്കിൽ തുക നൽകാതെയൊക്കെ മത്സരം കാണാം. അതും പരസ്യങ്ങളില്ലാതെ, ഇടവേളയില്ലാതെ, 1000-ലധികം ചാനലുകൾ 1 രൂപ പോലും മുടക്കാതെ എന്നൊക്കെ കേൾക്കുമ്പോൾ, കാണുമ്പോൾ പലരും അതിൽ വീണു പോകാം. ചിലരുടെയെങ്കിലും മക്കൾ ഒക്കെ ആയിരിക്കും ഫോൺ ഉപയോഗിക്കുന്നത്. ആ കുട്ടികൾക്കും ഇതൊന്നും ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാകില്ല. അവരും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാം. പക്ഷേ ഇങ്ങനെ ഇരയാകുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലെ തുകയായിരിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ചോർത്താൻ സാധിക്കുന്നു. ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള OTP ഇവർക്ക് സൗകര്യപ്രദമായി സ്വീകരിക്കാൻ സാധിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ പണം നഷ്ടമാകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഇനി സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണുന്നതിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന APK ഫയലുകൾ ഒരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യരുത് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്, സൈബർ വിഭാഗം അറിയിച്ചിട്ടുള്ളത്. ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പിൾ ആപ്പ് സ്റ്റോർ പോലുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മാത്രം ഏതെങ്കിലും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നുവെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം എന്നതാണ് നിർദ്ദേശമായി വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഫ്രീ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ, അൺലിമിറ്റഡ് സ്പോർട്സ് അസെറ്റ്സ്, വാച്ച് ഓൾ മാച്ചസ് അങ്ങനെയൊക്കെ വരുന്ന ചില ലിങ്കുകൾ, ചില ഓഫറുകൾ, അത്തരം ഓഫറുകൾ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. കാരണം ഈ ഫുട്ബോൾ മത്സരത്തിൻ്റെ ഓരോ നടപടിക്രമങ്ങളും വൻ തുകയ്ക്കാണ് അതിൻ്റെ പേറ്റൻറ്റും ഒക്കെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഫുട്ബോൾ കാണുന്നതിന് അവരുടെ താരങ്ങളുടെ ജേഴ്സികൾ, അവരുടെ ബൂട്ടുകൾ, അങ്ങനെ അവരുടെ താമസം, ഭക്ഷണം എന്നുവേണ്ട എല്ലാം വലിയ തുകയ്ക്ക് സ്പോൺസർ ചെയ്യുകയും അതിൻ്റെ സ്പോൺസർഷിപ്പ് സ്വന്തമാക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഒരു ആപ്ലിക്കേഷനുകൾക്കും ഇത് സൗജന്യമായി നൽകാൻ സാധിക്കില്ല എന്നത് പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ അക്സസിബിലിറ്റി സർവീസും, ഇൻസ്റ്റാൾ അൺനോൺ ആപ്സും, സ്ക്രീൻ കൺട്രോൾ തുടങ്ങിയ അനുമതികൾ, അതായത് നമ്മൾ ഒരു ലിങ്ക് ടച്ച് ചെയ്യുമ്പോൾ അതിലേക്ക് പിന്നീട് വരുന്ന ചില കമൻറ്റുകളാണ്. ഇതെല്ലാം നിങ്ങൾ അപ്രൂവ് ചെയ്യുക എന്നതായിരിക്കും ആവശ്യം. ഒരു കാരണവശാലും ഇത്തരം അപ്രൂവുകൾ ചെയ്യരുത്. അനുമതികൾ ആവശ്യപ്പെടുന്ന ആപ്പുകൾ
ഇത്തരത്തിൽ നിങ്ങളുടെ ഡേറ്റകൾ ചോദിക്കുന്ന ആപ്പുകൾ, നിങ്ങളുടെ ഫോണിൽ അവർക്ക് നിയന്ത്രണം നൽകുന്നതിന് അനുമതി പത്രം നൽകുന്ന ഒരു ആപ്പുകളും ഒരു കാരണവശാലും ഡൗൺലോഡ് ചെയ്യരുത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ബാങ്കിങ് UPI ആപ്ലിക്കേഷനുകൾ, നമ്മളുടെ ബാങ്കിങ് ഡേറ്റകൾ ഒരാൾക്കും പങ്കുവെക്കേണ്ട ആവശ്യമില്ല, എന്തിൻ്റെ പേരിൽ ആണ് എങ്കിലും എന്നത് പ്രേക്ഷകർ ഓർക്കുക. അതുകൊണ്ട് തന്നെ അത്തരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായും പരിശോധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത, നിങ്ങൾക്ക് അറിവില്ലാത്ത ഏതെങ്കിലുമൊക്കെ മെസ്സേജുകൾ വന്നാൽ അത് നിങ്ങളുടെ പരിചയക്കാരിലേക്കോ നിങ്ങളുള്ള മറ്റു ഗ്രൂപ്പുകളിലേക്കോ ഒന്നും ഒരു കാരണവശാലും ഫോർവേഡ് ചെയ്യരുത്. കുടുംബാംഗങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക് എന്നിവയാണ് ഓർമ്മിപ്പിക്കേണ്ടത്. ഇനിയിപ്പോൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിന് വിധേയരായി ഒരു പിഴവ് സംഭവിച്ചു, അങ്ങനെയെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് എന്താണ് സംഭവിച്ചത് എന്ന വിവരങ്ങൾ അവരുമായി പങ്കുവയ്ക്കാം. അതോടൊപ്പം തന്നെ ഈ സൈബർ ക്രൈം എന്ന സൈറ്റിലൂടെ ആ അഡ്രസ്സിലേക്ക്, എന്ന പോർട്ടലിലേക്ക് നിങ്ങൾക്ക് കൃത്യമായി പരാതി എന്താണ് സംഭവിച്ചത് എന്നതും അറിയിക്കാവുന്നതാണ്. ഈ 2 പരാതി പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ പരാതി നൽകുന്നതിന് ഈ 2 പ്ലാറ്റ്ഫോമുകൾ ആണ് ഉള്ളത്. അഥവാ പിഴവുകൾ സംഭവിച്ചാൽ ഇത്തരത്തിൽ പരാതി സമർപ്പിക്കണം എന്നുകൂടിയാണ് കേരള പോലീസ് അറിയിച്ചിട്ടുള്ളത്. നമ്മളിനി ഫുട്ബോൾ വാർത്തകളിലേക്കാണ് പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ചു പോകുന്നത്. ഇനി നമ്മൾ ഫുട്ബോൾ ആവേശത്തിലേക്കാണ്. ആ വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.